ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ആരാണ് വിജയിക്കാൻ സാധ്യത? അത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി സഖാവ് വി ജോയ് ആണ് എന്നതാണ് പ്രതീക്ഷ. അങ്ങനെ ഒരു പക്ഷം ഉണ്ടോ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ? അത് റിവീൽ ചെയ്യണോ? നിർബന്ധമാണോ? അല്ല, അങ്ങനെയല്ല, അങ്ങനെ ഉണ്ടോ പക്ഷം? അങ്ങനെ തീർച്ചയായിട്ടും നമ്മൾ ചോദിച്ചതിൽ അങ്ങനെ തന്നെ സ്പഷ്ടമായി ഒരാൾ ഉത്തരം പറയുന്നെങ്കിൽ എൻ്റെ അർത്ഥം അയാൾക്ക് രാഷ്ട്രീയമായിട്ട് ബന്ധമുണ്ടെന്നാണ്. രാഷ്ട്രീയമായിട്ട് ബന്ധമുണ്ട്. നമ്മളെല്ലാ മനുഷ്യരിലും അതുണ്ട് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പ്രത്യേകിച്ചും കേരളത്തിനകത്ത് എല്ലാവർക്കും ഒരു രാഷ്ട്രീയം ഉണ്ടാവും. ചിലത് പുറമെ പറയും, ചിലർ പറയില്ല. അത്രേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ് വി ജോയ്ക്ക് വോട്ട് ചെയ്യണം എന്ന് നിങ്ങൾ എല്ലാവരോടും പറയുന്നത്? വി ജോയ് എന്നതിനേക്കാളും ഇടതുപക്ഷത്തിന്റെ ഒരു സ്ഥാനാർത്ഥി വിജയിച്ച് വരണം എന്നത് ഇന്ന് കാലത്തിന്റെ ഒരു അനിവാര്യത ആണെന്ന് തന്നെ പറഞ്ഞു പോകണം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ ഒരു ഭരണത്തിന്റെ മാറ്റം ഉണ്ടാകണമെന്ന് ആത്യന്തികമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു സാധാരണക്കാരിയായിട്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ അധികാരമുള്ള അവകാശമുള്ള ഒരു പൗരൻ അല്ലെങ്കിൽ ഒരു പൗര എന്നുള്ള രീതിയിൽ എനിക്ക് വലിയ രീതിയിലുള്ള ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം ഇന്നാട്ടിലെ ജനങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ നടത്തുന്ന ഒരു സർവേ വെച്ചിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ നോക്കുമ്പോൾ വി ജോയ് സഖാവ് എന്നതല്ല, എവിടെയൊക്കെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുണ്ട് അവരെല്ലാവരും വിജയിച്ച് വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും ജയിച്ചു വരണം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ളൊരു ഭരണത്തിന്റെ രീതി NDA സർക്കാർ എന്നുള്ളത് മാറ്റി അവിടെ പുതിയൊരു മുന്നണിയുടെ ഒരു സർക്കാർ എങ്കിലും വരണമെന്ന ആഗ്രഹത്തിൽ നിന്നാണ് ഇതെല്ലാം പറയുന്നത്. കേരളത്തിൽ എത്ര സീറ്റ് കിട്ടി? 20 സീറ്റും LDF-നാണ് ലഭിച്ചതെന്ന് വിചാരിക്കുക. അങ്ങനെയുണ്ട് എങ്കിൽ നിങ്ങൾ പാർലമെന്റിലേക്ക് എത്തുമ്പോൾ എത്ര പേർ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും? എത്ര പേർ മീൻസ് എത്ര അംഗസംഖ്യയുള്ള ഇന്ത്യ മുന്നണിയെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും? അതെനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സീറ്റുകൾ നേടി ഇല്ല, അങ്ങനെ പറഞ്ഞ അവസാനം അത് മണ്ടത്തരമായിട്ട് ട്രോള് നേരിടാൻ വയ്യ, അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല. പക്ഷേ പൊതുവായിട്ട് നമ്മുടെ ഈ ഇപ്പോഴത്തെ രാജ്യത്തിന്റെ സാഹചര്യം വെച്ചിട്ടേ നമ്മുടെ ജനാധിപത്യ ഇന്ത്യ എന്നത് മാറിയിട്ട് ഇപ്പോൾ ഒരു മതേതര ഇന്ത്യ എന്നുള്ളതൊക്കെ മാറിയിട്ട് മൊത്തം ഒരു മതരാഷ്ട്രമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യമുണ്ട്. അതിൽ നിന്ന് വലിയ രീതിയിൽ ആ ഒരു വിഷയത്തിൽ വലിയ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അമർഷമൊക്കെ ഉള്ള ഒരാളാണ് വ്യക്തിപരമായിട്ട്. ഒരു എന്ത് തരം ആഘോഷം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ജാതി മതത്തിനൊക്കെ അതീതരായിട്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് ഇവിടെ എന്താ പ്രതിഷേധം? NDA സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരുന്നത്. ഇന്ത്യ സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ പറയുന്നു. അത് വരരുത് എന്ന് തന്നെയാണ് ഓപ്പണായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് 6000 രൂപ വീതം വർഷം 3 മാസം കൂടുമ്പോൾ കൊടുക്കുന്നുണ്ട്. 3 മാസം കൂടുമ്പോൾ 2000 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. 3 മാസം കൂടുമ്പോൾ 2000 രൂപ വെച്ച് അവരുടെ കൃഷിഭൂമിയെ സാധാരണക്കാരന് ലഭിക്കുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ സർവേ റിപ്പോർട്ടൊക്കെ പറയുന്നത്. പക്ഷെ താങ്കൾ ഈ യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ ഒന്ന് ചോദിച്ചു നോക്കണം. ഒരു 10 പേരെ അടുത്ത് പിടിച്ച് നിർത്തിയിട്ട് ആ 10 പേരിൽ എത്ര പേർക്ക് ആ സഹായം കിട്ടുന്നു എന്ന് ചോദിക്കണം. എന്നാൽ കേരള സർക്കാർ കൊടുക്കുന്ന, ഇടതുപക്ഷ സർക്കാർ കൊടുക്കുന്ന മാസം തോറുമുള്ള 1600 രൂപ എത്ര പേർക്ക് കൊടുക്കുന്നു എന്നും പറയണം. 6 മാസം പെൻഡിങ് ആയിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ 1 മാസം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ബാക്കി 5 മാസം ഉണ്ട്. അതിൽ 2 മാസത്തെ ഗഡു കൂടി ഈ തവണ ഏപ്രിലിൽ, അത് വിഷുവിനും റംസാനും കൂടെ അനുബന്ധിച്ച് അത് 2 മാസം കൂടി കൊടുക്കും. പക്ഷെ അക്കാര്യത്തിലൊന്നും ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരു പരിധി കൂടുതൽപ്പെട്ട ആളുകൾക്കും അതിന്റെ യഥാർത്ഥ കാരണം അറിയാന്നേ. ഈ പറഞ്ഞ പോലെ നമുക്ക് കിട്ടേണ്ട വിഹിതം നമുക്ക് കിട്ടുന്നില്ല, നമ്മൾ ഘോരഘോരം പറയുമ്പോഴും ഈ എതിർത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെടുത്ത് ചോദിക്കാം. കഴിഞ്ഞ വർഷം എന്തുകൊണ്ടാണ് 20 സീറ്റിൽ 19 സീറ്റും കോൺഗ്രസ് കൊണ്ടുപോയത്? അതിന് നമുക്ക് ഒറ്റ കാര്യം അതിനു വേണ്ടിയിട്ട് പറയാനുള്ളൂ. ഏറ്റവും വലുതായിട്ട് അത് ഉയർത്തി കാണിച്ച രാഷ്ട്രീയം എന്ന് പറയുന്നത്, അതെ, മതേതര രാജ്യം വേണമെന്ന ആഗ്രഹത്തിന്മേൽ കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പാർട്ടി അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷയിൽ രാജ്യം ഒന്നാകെ ചിന്തിച്ചതിന്റെ ഭാഗമായിട്ട് അതിന്റെ എഫക്ട് കേരളത്തിലും വന്നു എന്ന് തന്നെ കാണണ്ടേ. കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കണമെന്ന പൊതുവായിട്ടുള്ള ഒരു ആഗ്രഹത്തിന്മേലെ ന്യൂനപക്ഷങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് അത്തരത്തിലൊരു വിജയം കൊടുത്തത് തന്നെയാണ്. പക്ഷെ ഇന്ന് ആ കോൺഗ്രസിനോട് ആ ഒരു വിശ്വാസം ഇല്ല ഒരു മനുഷ്യർക്കും. കാരണം ഇന്നലത്തെ കോൺഗ്രസ് ഇന്ന്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് രാവിലത്തെ കോൺഗ്രസ് രാത്രി ആകുമ്പോഴേക്കും BJP ആയി മാറുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മൾ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ ഈ മണ്ഡലത്തിൽ അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഒരു MP കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഒരു തരത്തിലും വികസനം കൊണ്ടുവന്നിട്ടുള്ള ഒരാളല്ല. അത് ഉറക്കെ പറയാൻ തന്നെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ കഴിഞ്ഞ 5 വർഷത്തിനകത്ത് ഞാനൊന്നും ആ മനുഷ്യനെ കണ്ടിട്ടേ ഇല്ല. ഈ വെറുതെ ഈ രാഷ്ട്രീയം എന്നതായതുകൊണ്ട് പറഞ്ഞു പോകുന്നതല്ല. നമ്മൾ ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തിനെ കണ്ടിട്ടേ ഇല്ല. പിന്നെ ജയിച്ചു പോയതിനു ശേഷം പിന്നെ ഇപ്പോൾ ഇലക്ഷൻ അടുപ്പിച്ച് കുറച്ച് മിനിമാസ് ലൈറ്റൊക്കെ കൊണ്ടുവന്നിട്ട്, ഹൈമാസും അല്ല, മിനിമാസ് ലൈറ്റൊക്കെ കൊണ്ടുവന്ന് പുള്ളിക്കാർ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു MP ചെയ്യേണ്ട, 5 വർഷം കൊണ്ട് ഒരു നാട്ടിന് ചെയ്യേണ്ട പ്രവർത്തനം ഇതാണോ? അദ്ദേഹത്തിന്റെ ഫണ്ടിനകത്തുണ്ടല്ലോ ബാക്കി തുക അദ്ദേഹം എവിടെ ചെലവഴിച്ചത്? ഇതിനെ കുറിച്ചിട്ടല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ സഖാവ് വി ജോയ് ജയിക്കുന്നു എന്ന് പറയുമ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം തുടക്കം മുതൽ ഇപ്പോൾ SFI എന്നോ DYFI എന്നോ ആ പ്രസ്ഥാനങ്ങളിലൂടെ എല്ലാം അതെല്ലാം ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മാറ്റി നിർത്താം ആ പ്രവർത്തനങ്ങളെല്ലാം.
പക്ഷെ ഒരു നാടിന്റെ പൊതുമുഖമായിട്ട് അദ്ദേഹം മാറി തുടങ്ങിയ കാലം മുതലേ ആ നാടിന്റെ വികസനങ്ങൾ എല്ലാ വീടുകളിലും, അതിപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ അത് ഇടതുപക്ഷത്തിന്റെ മാത്രം സഖാവായിട്ട് നിൽക്കുകയല്ല അദ്ദേഹം ചെയ്തത്. ഈ നാടിന്റെ മുഖമായിട്ട് അത് ഏതൊരു വീട്ടിൽ ഏതൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ഏത് സമയത്തും അദ്ദേഹത്തെ പോയി കാണാനും അത്തരം വിഷയങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഫണ്ടിൽ നിന്ന് ചെയ്യാൻ കഴിയാവുന്ന മാക്സിമം പ്രവർത്തനങ്ങൾ ചെയ്തു നിൽക്കുന്ന ഒരു സഖാവാണ് വി ജോയ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിജയിക്കുക എന്നത് ഈ നാടിന്റെ, പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് ഒറ്റ വാക്കിൽ പറയാം, ആറ്റിങ്ങൽ മണ്ഡലം അനാഥമാണ്. നമുക്ക് നാഥനില്ലാത്ത അവസ്ഥ തന്നെയാണ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിന്. അപ്പൊ അതിനൊരു നാഥൻ ഉണ്ടാവുക എന്നത് തന്നെയാണ് സഖാവ് വി ജോയുടെ വിജയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി ജോയ് എന്നാൽ നാഥനാവും ഉറപ്പായിട്ടും, അതിൽ യാതൊരു തർക്കവും വേണ്ട. അദ്ദേഹം സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കേണ്ട വിഷയങ്ങൾക്ക് മേൽ അധികാരം ഉപയോഗിക്കേണ്ടടുത്ത് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ എങ്ങനെയൊക്കെ നമുക്ക് വേണ്ടി സംസാരിക്കാമോ, സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കാമോ, ആ രീതിയിൽ അദ്ദേഹം സംസാരിക്കുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഒന്നുമല്ലെങ്കിലും കോൺഗ്രസിന്റെ കുത്തകയായിരുന്നിട്ടുള്ള ഒരു മണ്ഡലത്തിനെ തിരിച്ചു പിടിച്ചിട്ട് അതിന്റെ ആ വിജയം നിലനിർത്തുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനെ കൊണ്ട് ഓരോ ജനങ്ങൾക്ക്, ഇപ്പം വർക്കല മണ്ഡലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ വി ജോയ് എന്ന് പറയുന്ന ഒരാളും പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതില്ല. ഇപ്പൊ അടൂർ പ്രകാശ് പെട്ടെന്ന് ഒന്ന് മുമ്പിലേക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കും ഇദ്ദേഹത്തിന്റെ പേരെന്തോ എവിടെയോ വെച്ച് ഓർമ്മയുണ്ടല്ലോ എന്ന്. കാരണം നമുക്ക് അദ്ദേഹം ഫെമിലിയർ അല്ല. അസം വി ജോയ് എന്നുള്ളത് എവിടെയാണോ നിന്നിട്ടുള്ളത് അവിടങ്ങളിൽ മുഴുവൻ എല്ലാവർക്കും അദ്ദേഹം സുപരിചിതനാണ്. അത്രത്തോളം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി നിന്നിട്ടാണ് ഓരോ വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നത്.